നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡ്രൈ റൺ മോഡിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ CNCയിൽ ഉപയോഗിക്കുന്ന ഡ്രൈ റൺ മോഡ് ഫംഗ്ഷൻ ഉണ്ട്. എന്തിനാണ് ഈ ഡ്രൈ റൺ മോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഒരു വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇത് കറക്റ്റായിട്ടാണ് നമ്മുടെ മെഷീനിൽ റൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണം. അപ്പോൾ അതിന് നമ്മൾ മെഷീനിൽ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് ഡ്രൈ റൺ മോഡ് എന്ന് പറയും. ഇവിടെ നമുക്ക് കാണാം ഡ്രൈ റൺ മോഡ് എന്ന് പറയുന്ന കീ, ഈ സിമ്പലുള്ള കീയാണ് നമ്മൾ ഡ്രൈ റൺ മോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രൈ റൺ മോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് മെഷീനിൽ വർക്ക് ലോഡ് ചെയ്ത്, ഇപ്പോൾ നമ്മളിവിടെ വർക്ക് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനൊരു പീസാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് മെഷീനിൽ സിമുലേഷനായിട്ട് കാണാൻ സാധിക്കും ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് നിന്നും മെറ്റീരിയൽ റിമൂവ് ആവാതെ തന്നെ ജസ്റ്റ് മെഷീൻ്റെ മാക്സിമം സ്പീഡിൽ നമുക്ക് നമ്മൾ ഫീഡ് റേറ്റിലായിരിക്കും പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ആ ഫീഡ് റേറ്റ് എടുക്കാതെ മെഷീൻ്റെ മാക്സിമം റാപ്പിഡ് ഫീഡിൽ മൂവ്മെൻറ്റ് നടത്തി നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് ഡ്രൈ റൺ മോഡ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡ്രൈ റൺ മോഡ് നമ്മൾ കണ്ടു. ഇതാണ് ഡ്രൈ റൺ മോഡിൻ്റെ സിമ്പിൾ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഒരു വർക്കും പ്രോഗ്രാമും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡ്രൈ റൺ മോഡ് റൺ ചെയ്യിക്കുന്നതിന് മുന്നേ നമ്മൾ മെഷീനിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന സീറോ ഓഫ്സെറ്റ് എവിടെയാണോ വർക്കിൻ്റെ സർഫസിൽ നിന്നാണെങ്കിൽ സർഫസിൽ നിന്നും ഒരു 50 mm എങ്കിലും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നിർത്തും. ഇസഡ് അവിടെയായിരിക്കും ആ ഷിഫ്റ്റ് ചെയ്ത് നിർത്തുന്ന 50 mm എവിടെയാണോ അതായിരിക്കും അതിൻ്റെ സീറോ ആയിട്ട് ഇനി മെഷീൻ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളത് വർക്ക് ഓഫ്സെറ്റിലാണ് നമ്മളത് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വർക്ക് ഓഫ്സെറ്റ് എടുക്കുക. അതിൽ വർക്കിൽ ഇവിടെ എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. EXT എന്ന് കൊടുത്തിട്ടുണ്ടാവും. EXT കണ്ടോ? അതിൽ ഇസഡിലെ വാല്യൂ നമ്മൾ 50 ഞാൻ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുത്തെ വാല്യൂ 50. അപ്പോൾ അതായത് ഇസഡ് സീറോ എവിടെയായിരുന്നു നമ്മൾ എടുത്തത്, അവിടെ നിന്നും 50 mm ഹൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ആ സീറോ. ഇനി നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ 50 mm ഹൈറ്റിൽ കിടന്നായിരിക്കും ടൂൾ മൂവ്മെൻറ്റ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ മെറ്റീരിയൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടെ കട്ടിങ് നടക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ റാപ്പിഡായിട്ടും കൂടെ മൂവ് ചെയ്യിക്കുന്നതിനാണ് നമ്മൾ ഡ്രൈ റൺ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതൊന്ന് റൺ ചെയ്യിക്കാൻ പോവാണ്. ആദ്യം പ്രോഗ്രാം എടുക്കുക. നമ്മളുടെ 1ാം നമ്പർ പ്രോഗ്രാം നമ്മൾ റഫിങ് എന്നുള്ളത് ഓപ്ഷൻ എടുത്തു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 50 mm ഹൈറ്റ് നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കോൾ ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ പ്രോഗ്രാം കോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രൈ റൺ മോഡ് ഓൺ ചെയ്യണം. ഇതിന് ശേഷം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിലൂടെ ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഗ്രാഫ് കാണാൻ സാധിക്കുന്നുണ്ട്. 3D ആയിട്ട് നമുക്കത് ഇമേജ് ആയിട്ട് വരില്ല. എന്നാലും നമുക്ക് അതിൻ്റെ 2D ബൗണ്ടറി നമ്മൾ കൊടുത്തിരിക്കുന്ന ബൗണ്ടറിയുടെ ചുറ്റും ആണോ നമ്മളുടെ ടൂൾ പാസ് ചെയ്ത് പോകുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു സിമുലേഷനിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്